ചക്രവർത്തിയുടെ തിരക്കേറിയ കൊട്ടാരത്തിൽ സന്തോഷവും ബുദ്ധിയും നിറഞ്ഞ വായുവിൽ വിധിയുടെ പ്രവചനാതീതമായ വഴിത്തിരിവുകൾ പര്യവേക്ഷണം ചെയ്യുന്ന ഒരു കഥ വികസിച്ചു. ഈ കഥ അക്ബർ, ബീർബൽ, ഒരു മത്സ്യത്തൊഴിലാളി എന്നിവരെ ചുറ്റിപ്പറ്റിയാണ്. അവരുടെ ഭാഗ്യം അപ്രതീക്ഷിത വഴിത്തിരിവായത് ഒരു ദിവസം അക്ബർ ചക്രവർത്തി തൻ്റെ മഹത്തായ കൊട്ടാരത്തിന് അതിരിടുന്ന നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി വെള്ളത്തിൻ്റെ അരികിൽ തളർന്ന മനസ്സോടെ ഇരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ജിജ്ഞാസ ഉണർന്ന അക്ബർ ചക്രവർത്തി നിരാശനായ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, "എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ ഇത്തരമൊരു ഇരുണ്ട ഭാവത്തിൽ ഇരിക്കുന്നത്?" മീൻപിടുത്തക്കാരൻ നിരാശനായി മറുപടി പറഞ്ഞു, "അയ്യോ ശക്തനായ ചക്രവർത്തി, ഈ നദീതീരത്തെ ഏറ്റവും ഭാഗ്യമില്ലാത്ത ആത്മാവാണ് ഞാൻ. എല്ലാ ദിവസവും ഞാൻ വല വീശുന്നു, പക്ഷേ മത്സ്യം എൻ്റെ പിടിവിട്ട് എന്നെ പരിഹസിക്കുന്നതായി തോന്നുന്നു. ഇന്ന് എൻ്റെ മീൻപിടുത്തം തുച്ഛമാണ്. എൻ്റെ കുടുംബം പട്ടിണിയിലാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു." ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ എപ്പോഴും ആകാംക്ഷാഭരിതനായ അക്ബർ ബീർബലിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, "ബീർബൽ, ഈ മത്സ്യത്തൊഴിലാളിക്ക് സംഭവിക്കുന്ന വിധിയുടെ വളച്ചൊടിക്കൽ എന്നെ അമ്പരപ്പിക്കുന്നു. ഭാഗ്യത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും രഹസ്യങ്ങൾ നിങ്ങൾക്ക് അനാവരണം ചെയ്യാൻ കഴിയുമോ?" ബീർബൽ എക്കാലത്തെയും ബുദ്ധിമാനായ ഉപദേഷ്ടാവായി തലയാട്ടി ഒരു പദ്ധതി നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, "മഹാനെ, ഈ മത്സ്യത്തൊഴിലാളിയുടെ കഴിവിൻ്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാനും ഭാഗ്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശാനും ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാം." അക്ബർ ചക്രവർത്തി സാഹസികതയ്ക്ക് സമ്മതം നൽകി. മൂവരും മത്സ്യത്തൊഴിലാളിയെ അനുഗമിക്കാൻ പുറപ്പെട്ടു. അവർ നദിയിലൂടെ കപ്പൽ കയറുമ്പോൾ മത്സ്യത്തൊഴിലാളി അഭ്യാസ വൈദഗ്ധ്യത്തോടെ വലവീശി. എന്നിരുന്നാലും ഭാഗ്യം ഒരു വികൃതി കളിക്കുന്നതായി തോന്നി. മത്സ്യം അവൻ്റെ ശ്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തുടർന്നു. വീണ്ടും വീണ്ടും വലവീശിയതോടെ മത്സ്യത്തൊഴിലാളി തോറ്റ് നെടുവീർപ്പിട്ടു. അശ്രാന്തമായ പോരാട്ടം വീക്ഷിച്ച അക്ബർ ബീർബലിൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, "ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും ഭാഗ്യം ഈ മനുഷ്യനെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ട്?" ബീർബൽ കണ്ണു ചിമ്മിക്കൊണ്ട് മറുപടി പറഞ്ഞു, "മഹാനെ, ഭാഗ്യം ഒരു ചഞ്ചലമായ കൂട്ടുകാരനാണ്. അതിൻ്റെ ഇംഗിതങ്ങൾ എപ്പോഴും പ്രവചിക്കാനാവില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു ദിവസം കൂടി മത്സ്യത്തൊഴിലാളിക്കൊപ്പം ചെലവഴിക്കാം. ഭാഗ്യത്തിൻ്റെ വഴിത്തിരിവിന് സാക്ഷ്യം വഹിക്കാം." അടുത്ത ദിവസം മൂവരും ഒരിക്കൽ കൂടി മത്സ്യത്തൊഴിലാളിയെ അനുഗമിച്ചപ്പോൾ പെട്ടെന്നുള്ള കൊടുങ്കാറ്റ് ചക്രവാളത്തിൽ വീശിയടിച്ചു. ഇരുണ്ട മേഘങ്ങൾ തടിച്ചുകൂടി. കാറ്റ് അലറി ചെറുവെള്ളം മറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. തങ്ങളുടെ സുരക്ഷിതത്വം ഭയന്ന് മത്സ്യത്തൊഴിലാളികൾ കരയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അവർ സുരക്ഷിതരായി നദീതീരത്ത് എത്തിയപ്പോൾ അക്ബർ മത്സ്യത്തൊഴിലാളിയുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, "സുഹൃത്തെ, ഇന്ന് ഭാഗ്യം നിങ്ങളെ കൊടുങ്കാറ്റിൽ നിന്ന് ഒഴിവാക്കിയതായി തോന്നുന്നു. ഭാഗ്യം അതിൻ്റെ നിഗൂഢമായ വഴികളിൽ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിർഭാഗ്യത്തെ തുലനം ചെയ്യുന്നു." സംഭവങ്ങൾ പ്രതിഫലിപ്പിച്ച മത്സ്യത്തൊഴിലാളി സമ്മതത്തോടെ തലയാട്ടി. ബീർബൽ കൂട്ടിച്ചേർത്തു, "പ്രവചനാതീതമായ പ്രവാഹങ്ങളുടെ ഒരു നദിയാണ് ഭാഗ്യം. അത് എല്ലായ്പ്പോഴും സമൃദ്ധമായ ഒരു മീൻപിടുത്തം കൊണ്ടുവരുന്നില്ലെങ്കിലും തീർച്ചയായും കൊടുങ്കാറ്റുകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നമ്മളെ നയിക്കും." നദിയുടെ പാടങ്ങളാൽ പ്രബുദ്ധനായ അക്ബർ ചക്രവർത്തി മത്സ്യത്തൊഴിലാളിയെ അഭിസംബോധന ചെയ്തു, "ജീവിതത്തിൽ എൻ്റെ സുഹൃത്തെ, നാം വിധിയുടെ വളച്ചൊടിക്കലുകളെ പ്രതിരോധത്തോടെ മുന്നേറിക്കൊണ്ട് നീങ്ങണം. ഭാഗ്യം ഒരു വശത്ത് അവ്യക്തമായിരിക്കാം, പക്ഷേ അത് പലപ്പോഴും മറ്റു രൂപങ്ങളിൽ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ നൽകുന്നു. ഉറച്ചു നിൽക്കൂ. ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം കണ്ടെത്താം." കാഴ്ചകൾക്ക് നന്ദിയുള്ള മത്സ്യത്തൊഴിലാളി ചക്രവർത്തിക്കും ബീർബലിനും അവരുടെ സമയത്തിനും നന്ദി പറഞ്ഞു. അവർ തിരികെ കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ അക്ബർ നദീതീരത്ത് നിന്ന് പഠിച്ച പാഠങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഒരു നദി പോലെ ഭാഗ്യത്തിന് പ്രവചനാതീതമായ പ്രവാഹങ്ങളുണ്ട് എന്നതാണ് കഥയുടെ ധാർമ്മികത. ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ പ്രതിരോധശേഷി സ്വീകരിക്കുകയും ഭാഗ്യം അപ്രതീക്ഷിതമായ രീതിയിൽ പ്രകടമാകുമെന്ന് തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. If you love to watch this video, you can like, share and subscribe.